ഒരു ക്രിസ്മസ് രാത്രി ബാക്കിയുള്ളവർക്ക് വേണ്ടി പറയണതാണ് അച്ഛൻ. ഒരു ക്രിസ്മസ് രാത്രി ഒരു അനുഭവം ഉണ്ടായി അച്ഛന്. പള്ളിയിൽ മനോഹരമായ പുൽക്കൂട്, ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞു വികാരി അച്ഛൻ. ആ കൊച്ചിനോട് മിണ്ടാണ്ടിരിക്കാൻ പറ. നന്നായിട്ട് പാട്ട് പാടുന്ന കൊഞ്ഞാണ്. എൻ്റെ അമ്മയും പാടുമെന്നാണ് തോന്നണേ. പക്ഷെ അസമയത്താ പാടി ശീലമെന്ന് തോന്നണം. സാധാരണ പള്ളിയിൽ വലിയ പുൽക്കൂട് ഉണ്ടാക്കും. ഇവിടെ കോമ്പറ്റീഷനുണ്ട്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കി എല്ലാവരും കാപ്പി ക്രിസ്മസ് ഒക്കെ പറയും. രാത്രി പാതിരാ കുർബാന അല്ലേ, പലരും കിടന്ന് ഉറങ്ങും. ഞങ്ങളുടെ പള്ളിയിലൊക്കെ അങ്ങനെയാണ്. കുർബാനയുടെ പ്രസംഗം അതിൻ്റെ തീക്ഷ്ണത അനുസരിച്ചിരിക്കും. കൂർക്കം വലി കേൾക്കാൻ പറ്റും. ആൾത്താര പിള്ളേർ പള്ളയ്ക്ക് കിടന്ന് കൂർക്കം വലിക്കണേ, ഭയങ്കര കൂർക്കം വലിയൊക്കെ കേൾക്കും. കുർബാന കഴിയുമ്പോൾ വികാരിച്ചൻ എല്ലാവരെയും ചന്തിക്ക് അടിച്ചെഴുന്നേൽപ്പിച്ചു വിടും. ക്രിസ്മസൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി നൊയമ്പൊക്കെ വീട്. അപ്പം അങ്ങനെ ക്രിസ്മസിന് പുൽക്കൂടുണ്ടാക്കും. പിള്ളേരൊക്കെ പാതിരാ കുർബാന കഴിഞ്ഞ് വീട്ടിൽ പോവും. തുള്ളിച്ചാടി പടക്കമൊക്കെ പൊട്ടിച്ച്. ഇപ്പോൾ രണ്ടാമത്തെ കുർബാനയുണ്ടല്ലോ 6 മണിക്ക്. ഞാനതിനെ മടിയന്മാരുടെ കുർബാന എന്നാണ് വിളിക്കാറ്. അങ്ങനെയാണ് പള്ളിയിൽ അനൗൺസ് ചെയ്യുക. തിരുപ്പിറവിയുടെ തിരുക്കർമ്മങ്ങൾ 11:45 ആരംഭിക്കും. തുടർന്ന് പ്രദക്ഷിണം, വിശുദ്ധ കുർബാന, മടിയന്മാരുടെ കുർബാന 6:30 മണിക്ക്. അങ്ങനെയാണ് അനൗൺസ്മെൻറ്റ്. എനിക്കിഷ്ടമല്ല ആ കുർബാനയ്ക്ക് വരണവരെ. അത് കാരണം ആ കുർബാനയും ഞാൻ കർത്താവിൻ്റെ കുർബാനയാണെങ്കിലും ഇത്തിരി അരിശത്തോടെ ചെല്ലാറ്. ഉള്ളത് പറയണമല്ലോ. എനിക്കിഷ്ടമല്ല ആ കുർബാനയ്ക്ക്. പാട്ടും ഉണ്ടാവില്ല, പ്രസംഗം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞ നേരം കൊണ്ട് തീർക്കും. പറഞ്ഞ നേരം കൊണ്ട്. കാരണം അത് കടത്ത് കഴിക്കാൻ വന്നവരാണ്. കർത്താവിന് ഇഷ്ടമുള്ളവരൊക്കെ രാത്രി വരും, ഉറപ്പായിട്ടും വരും. പിന്നെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആത്മാക്കളെ നമുക്ക് അറിയാമല്ല. ഞാനത് തന്നെ ഇടയ്ക്ക് ചൂടായിട്ട് പറയും. കാലത്തെ കുർബാനയ്ക്ക് വരണവരുടെ വീട്ടിൽ പെസഹ വ്യാഴാഴ്ച ഞാൻ കുർബാനയും കൊണ്ടുവരും. കാരണം അവർക്ക് പാടില്ലാത്തവരാണല്ല. അങ്ങോട്ട് കൊണ്ടുകൊടുക്കും. അവരുടെ ലിസ്റ്റൊക്കെ എടുത്ത് വയ്ക്കും. അപ്പം അങ്ങനെ മടിയന്മാരുടെ കുർബാന കാലത്ത് ഉള്ളതുകൊണ്ട് അച്ഛൻ ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു കുഞ്ഞി പുൽക്കൂട് മുറിയിലുണ്ടാക്കും. കൊച്ചു പുൽക്കൂട്. എൻ്റെ അതിൻ്റെ ക്രസറ്റൊക്കെ ഉണ്ട്. ഇത്തിരി കോളമുള്ള ഉണ്ണി, കുഞ്ഞുണ്ണിയാണ്. തൊട്ട് നോക്കണുണ്ടോയെന്ന് അറിയണമെങ്കിൽ അത്രേ ഉള്ളൂ. ഒരു ചെറിയ സെറ്റ്. അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കും. മിക്കവാറും മഞ്ഞാണ് പുൽക്കൂടിലെ പ്രധാന വിഷയം. മഞ്ഞുകാലത്താണല്ലോ മറിയം പ്രസവിച്ചത്. അപ്പോൾ കംപ്ലീറ്റ് മഞ്ഞാണ്. മഞ്ഞ് വയ്ക്കാൻ കാരണം വെറുതെ പഞ്ഞിയെടുത്ത് ഇങ്ങനെ നിരത്തി വെച്ചാൽ മതിയല്ലോ, മഞ്ഞാവില്ലോ. വളരെ പെട്ടെന്ന് പുൽക്കൂടിൻ്റെ പണി കഴിയും. അപ്പം അങ്ങനെ എല്ലാത്തിനെയും പറക്കി വെച്ച് എല്ലാവരും കാപ്പി ക്രിസ്മസും പറഞ്ഞ് വീട്ടിൽ പോയി കഴിയുമ്പോൾ വികാരിയച്ഛനായ ഞാൻ എൻ്റെ പുൽക്കൂടിൻ്റെ മുമ്പിലിരിക്കും. ഞാനൊരു ദിവസം അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു 5-8 കൊല്ലം മുമ്പുള്ളൊരു ക്രിസ്മസ് രാത്രി. ഞാൻ അങ്ങനെ ഉറക്കമൊക്കെ വരുന്നുണ്ട്. എന്നാലും കണ്ണിലൊരു പച്ചീർക്കിലൊക്കെ കുത്തിവെച്ച് കഷ്ടപ്പെട്ട് കണ്ണടയ്ക്കാണ്ട് അങ്ങനെ ഇരുന്ന് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പെട്ടെന്ന് ആരോ എന്നെ വിളിക്കണ പോലെ എനിക്ക് തോന്നി. എടാ, ഒരു ബഹുമാനമില്ലാത്ത വിളി. സാധാരണ അച്ഛന്മാരൊന്നും അങ്ങനെ വിളിക്കില്ല. അമ്മ തന്നെ പകുതി വിളിക്കുള്ളൂ. എടാ എന്നൊരു വിളിയിട്ട് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കി. ആരില്ല. വീണ്ടും അറിയാണ്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിപ്പോയി. പിന്നെയും കേട്ടു എടാ. ഞെട്ടി എഴുന്നേറ്റ്. അപ്പം ഞാൻ ഈ തൊഴുത്തിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ കണ്ട് ആ തൊഴുത്തിൽ ഇരിക്കണ പശു അതെന്നെ നോക്കണം. ഞാൻ കണ്ടു. അച്ഛൻ്റെ ഒരു അനുഭവം ഉണ്ടാ. നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും. പക്ഷെ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു അനുഭവമാണത്. ഒരു ആത്മീയ അനുഭവം. പശു എന്നെ നോക്കണം. ഞാൻ സൂക്ഷിച്ചു നോക്കി. സത്യം അതാണ്. ഒരു ബഹുമാനം ഇല്ലാണ്ട് എന്നെ വിളിച്ച ഒരു BJP പശുവാണ്. ഒരു ബഹുമാനവും ഇല്ല അതിനെന്നോട്. അതെന്നെ വിളിച്ച് എടാ എന്തേ. ഈ സാധനം എന്നോട് ചോദിച്ചു. ചുമന്ന നിറത്തിലൊരു പശു കണ്ടിട്ടില്ലേ?
നമ്മുടെ തൊഴുത്തിലൊക്കെ ഉണ്ടത്. ഈ കാലി എന്നിട്ട് പുൽക്കൂട്ടിൽ ആത്മാക്കളെ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. ഒരു ചുമന്നത് ഒരെണ്ണമുണ്ട്, ഒരു ചാര കളറുള്ള ഒരെണ്ണമുണ്ട്, മറ്റേത് കാളത് പശുവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതലൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല. 2-3 ആട്ടുമുട്ടന്മാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, ഒരു കറുത്ത രാജാവും 2 വെളുത്ത രാജാക്കന്മാരുണ്ട്. കറുത്ത തുറന്നുണ്ട്, അതെവിടെ നിന്ന് വന്നാവും എനിക്കറിയാൻ പാടില്ല. 30 നിന്നാണോ എനിക്ക് സംശയമുണ്ട്. നമ്മളെയൊക്കെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് പുള്ളി വന്നത്. പിന്നൊരു ഒട്ടകമുണ്ട് പുൽക്കൂടിൻ്റെ മൂലയ്ക്ക്, കഴുത്ത് നീട്ടിപ്പിടിച്ച് അത് നിൽക്കണ്ടാവും. പിന്നെ തൂങ്ങിക്കിടക്കണ ഒരു മാലാഖയുണ്ട്, പുള്ളി എന്നും തൂങ്ങി കിടക്കണേ. എന്തോരം നാളായി കിടപ്പ് തുടങ്ങിയിട്ടെന്നറിയും. ഔസേപ്പുണ്യാളൻ ഇങ്ങനെ ഒരു മുട്ട് കുത്തി മറ്റേ മുട്ട് പൊക്കി അങ്ങനെയല്ലേ നിൽക്കണേ. ഓൺ യുവർ മാർച്ച് ഗെറ്റ് റെഡി, ഓടാൻ റെഡിയായിട്ട് ഔസേപ്പുണ്യാളൻ നിൽക്കണേ. അങ്ങനത്തെ ഒരു ഔസേപ്പുണ്യാളനുണ്ട്. മാതാവുണ്ട് അപ്പുറത്ത്, എല്ലാം തീർന്നു എന്നും പറഞ്ഞുകൊണ്ട് കണ്ടിട്ട് മാതാവ് പാവനെ കാണുമ്പോൾ സങ്കടം വരും. ജീവിതം പോയ മട്ടിലാണ് അമ്മ നിൽക്കണേ. അപ്പം ഇതിൻ്റെ ഇടയിൽ ഈ പശു എന്നോട് ചോദിച്ചു, പശു എന്ന് ഞാൻ വിചാരിക്കണ ചുമന്ന സാധനം. നിങ്ങൾ ഈ കൊല്ലം പുൽക്കൂട്ടിൽ അതിനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കും, ഓ മഞ്ഞളച്ചനെ വിളിച്ച പാർട്ടി ഇതാണെന്ന് ഓർക്കും. പശു എന്നോട് ചോദിച്ചു, എടാ സ്വർഗത്തിൽ നിറയെ, ഒരാവശ്യമില്ലാത്ത ചോദ്യം കേട്ടോ, ഭ്രാന്ത് പിടിപ്പിക്കണ ചോദ്യം. ഈ സാധനം ചോദിച്ച്, എടാ സ്വർഗത്തിൽ നിറയെ ഐസ്ക്രീമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്കറിയാം നിങ്ങളിത് എന്തുട്ടി അച്ഛൻ പറയണമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, എനിക്കറിയാം. പക്ഷെ 8 കൊല്ലം മുമ്പ് പശു എന്നോട് ചോദിച്ച ചോദ്യമാണ്. പച്ച പാതിരയ്ക്ക് ഒരു ക്രിസ്മസ് രാത്രി 3 മണി നേരത്ത് കിടുകിടാ വറയ്ക്കുമ്പോൾ ഈ ജീവി എന്നോട് ചോദിച്ചു, എടാ സ്വർഗത്തിൽ നിറച്ച് ഐസ്ക്രീം ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എനിക്ക് അടി കിട്ടിയ പോലെ, എന്തൊരു ചോദ്യം അത്. പക്ഷെ ഉത്തരം പറയണല്ലോ. ഞാൻ ആലോചിച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട് ഐസ്ക്രീം ഉണ്ടെന്ന്. എനിക്ക് ഈ നുണ പറയണേൽ PhD എടുത്തൊരു അമ്മാമ്മ ഉണ്ടായിരുന്നു. സൂപ്പർ നുണ പറയാം അമ്മാമ്മ, അടിപൊളി കള്ളം പറയും. വിശുദ്ധമായ കള്ളങ്ങളുണ്ട് കേട്ടോ അമ്മാമ്മയ്ക്ക്. അങ്ങനെ ചില കള്ളങ്ങളുണ്ട്. അമ്മാമ്മ നുണ പറയും. അമ്മാമ്മ പറഞ്ഞേക്കണേ സ്വർഗത്തിൽ ഫുൾ ഐസ്ക്രീമാണ്. സ്വർഗത്തിൽ ചെന്ന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഈ കൊച്ചായിരിക്കുമ്പോൾ അമ്മാമ്മ പറഞ്ഞ് പറ്റിച്ചേക്കണാണ്. നമ്മളെ ചെറുതായിരിക്കുമ്പോൾ പലതും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് ഇല്ലേ? നിങ്ങളെ പറ്റിച്ചിട്ടില്ലേ? ഒക്കെ പറ്റിച്ചിട്ടുണ്ട്, എന്നെ പറ്റിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇടവകയിൽ കുറേ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. തിരുബാല സഖ്യം ഇവിടെ ഉണ്ടത്, ഹോളി ചൈൽഡ്ഹുഡ് ഒരു സംഘടനയാണ്. പീക്കിരികളുടെ മുട്ടിലെ കളറ് മാറാത്ത കുറേ എണ്ണങ്ങളുണ്ട് അതിനകത്ത്. ഞങ്ങളൊക്കെ അതിൽപ്പെട്ടാണ്. കുഞ്ഞു പിള്ളേർ 4 വയസ്സ് 5 വയസ്സ് 1-ാം ക്ലാസ് തുടങ്ങി അങ്ങോട്ട് തുടങ്ങും തിരുബാല സഖ്യം. ക്രിസ്മസ് അങ്ങോട്ട് തുടങ്ങുമ്പോഴേക്കും ഡിസംബർ ആദ്യത്തെ ഞായറാഴ്ച സിസ്റ്റർ വലിയൊരു കടലാസായിട്ട് വരും. വലിയൊരു വാറോലയുണ്ട് സിസ്റ്ററിൻ്റെ കയ്യിൽ, എഴുതി കൊണ്ടുവന്നേക്കാം. എന്നിട്ട് സിസ്റ്റർ അത് വായിക്കും. ഉണ്ണിക്ക് തണുത്തിട്ട് പാടില്ല മക്കളെ. അപ്പം ഞങ്ങളിങ്ങനെ അയ്യോ. അപ്പം സിസ്റ്റർ പറയും തണുപ്പ് മാറ്റാൻ എന്തു ചെയ്യും? ഞങ്ങളേക്ക് എന്തു ചെയ്യും? 50 സ്വർഗസ്ഥനായ ചെല്ലിയ ഉണ്ണിക്ക് ഉടുപ്പാവും. അങ്ങനെ സിസ്റ്റർ 50 സ്വർഗസ്ഥനായ ചെല്ലിക്കും ഉണ്ണിക്ക് ഉടുപ്പുണ്ടാക്കാൻ. അത് കഴിയുമ്പോൾ സിസ്റ്റർ പറയും ഉണ്ണി കിടക്കണുണ്ട മുഴുവൻ കളയായിട്ട്, ട്രൗസറൊന്നുമില്ല. അപ്പം നമ്മളൊരു അയ്യോ കഷ്ടം, നാണാവില്ല ഉണ്ണിക്ക്. ഇപ്പം എന്തു ചെയ്യും? 25 നന്മ അറിഞ്ഞറിയാൻ ചെല്ലിയ ട്രൗസറാവും. ഇതാണ് സിസ്റ്ററിൻ്റെ പണി. അപ്പം സിസ്റ്റർ പറയും അപ്പോൾ ഉണ്ണിക്ക് ബനിയൻ എങ്ങനെ ഉണ്ടാക്കും? അപ്പോൾ പറയും 15 സുഹൃദേവൻ ചെല്ലണം. എന്തൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നറിയോ ഉണ്ണിക്ക് വേണ്ടിയിട്ട്? ഷർട്ട് മുതൽ അടിവസ്ത്രം വരെ ഞാൻ തയ്ച്ച്, എല്ലാം തയ്ച്ച്. വലുതായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, വല്ലതും നിനക്ക് പാകമായിട്ടുണ്ടോ? അളവൊന്നും സിസ്റ്റർ പറഞ്ഞില്ല, തയ്ച്ചോളാൻ പറഞ്ഞു. ഞാനൊരു ഏകദേശം ഊഹം വെച്ച് അങ്ങോട്ട് തയ്ച്ച്. അപ്പം സിസ്റ്റർമാർ നമ്മളെ ഉണ്ണീനെ സ്നേഹിക്കാൻ, ക്രിസ്മസിനെ ഒരുക്കാൻ അല്ലേ ഒത്തിരി പഠിപ്പിക്കും. ഇപ്പോൾ വികാരിച്ചും ചെയ്യണ പോലെ ഒത്തിരി പഠിപ്പിക്കും. അത് ചെയ്യണം, ഇത് ചെയ്യണം, നന്മ പ്രവൃത്തി ചെയ്യണം, പാത്രം കഴുകി കൊടുക്കണം അമ്മയ്ക്ക്, അപ്പന് മാർക്കറ്റിൽ പോകുമ്പോൾ സഹായിക്കണം, അത് അങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ട്. അക്കൂട്ടത്തിൽ എൻ്റെ അമ്മൂമ്മ എന്നോട് പറയാറുണ്ട്, എടാ സ്വർഗത്തിൽ നിറച്ച ഐസ്ക്രീമാണ്. എനിക്ക് ഐസ്ക്രീം എന്ന് കേട്ട പ്രാന്താണ്. അമ്മമ്മ എനിക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഇഷ്ടം ഉണ്ടാവാൻ അമ്മമ്മ പറയും സ്വർഗത്തിൽ ഐസ്ക്രീമാണ്, അവിടെ ചെന്നിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ
മാലാഖ നിന്നെ പിടിച്ച് വലിയൊരു കിണറ്റിലേക്ക് അങ്ങോട്ട് ഇടും. ആ കിണർ നിറച്ച ഐസ്ക്രീമാണ്. അവിടെ കിടന്ന് ഐസ്ക്രീം തിന്ന് വയറ് വീർത്ത് നീ നിലവിളിക്കുമ്പോൾ മാലാഖ കയറിട്ട് തരും. അപ്പം അത് നമുക്ക് കയറി ഇങ്ങോട്ട് പോരാ. സ്വർഗത്തിൽ കഞ്ഞിയും ചമ്മന്തി ഒന്നും കിട്ടൂല. അവിടെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ബിരിയാണി, കുഴിമന്തി ഒക്കെ ഉണ്ട്. എല്ലാ സാധനവും ഉണ്ട് സ്വർഗത്തിൽ. കഞ്ഞിയും ചമ്മന്തി ഒന്നും കിട്ടൂല. വയറ് നിറച്ച് തരും സ്വർഗത്തിൽ. പിന്നെ സ്വർഗത്തിലെ AC ആണ്. അവിടെ ചൂടൊന്നുമില്ല, വേർപ്പൊന്നുമില്ല, കുളിക്കൊന്നും വേണ്ട. അതേക്ക് നമുക്ക് സന്തോഷമാണ്, കുളിക്കേണ്ടല്ല. അപ്പം സ്വർഗത്തിൽ അടിപൊളി പരിപാടിയാണ്. അപ്പം ഞാൻ പശുവിനോട് പറഞ്ഞ്, എൻ്റെ അമ്മാമ്മ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിൽ ഐസ്ക്രീം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പശു പറഞ്ഞു, നീ ഇങ്ങോട്ടൊന്ന് നോക്കി എൻ്റെ പൊന്നുമോനെ, ഇവിടെ ഐസ്ക്രീം പോയിട്ട് ഒരു ബക്കറ്റ് കാടിവെള്ളം പോലും ഇല്ല. ഒരാൾ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കണ പോലും ഇല്ല. ഇവിടെ എന്താണ്ട് കണക്കെടുപ്പൊക്കെ നടക്കണ്ടെന്നാണ് പറയണത്. ബന്ധുക്കാരൊക്കെ വന്നിട്ടുണ്ട് അത്ര വീട്ടിൽ. അത് കാരണം ഞങ്ങളുടെ കാര്യം നോക്കാൻ ഒരാളില്ല. ഇവിടെ ഐസ്ക്രീം പോയിട്ട് കാടിവെള്ളം പോലും ഇല്ല മോനെ. പശു പറഞ്ഞു, നിനക്കറിയാമോ, ഈ തൊഴുത്ത് ക്ലീൻ ചെയ്തിട്ട് ആഴ്ച 2-3 ഞങ്ങളുടെ 1-2 ഇവിടെ തന്നെയാണ്. നിനക്കറിയാല്ല. നാറിയിട്ട് വയ്യ എൻ്റെ മോനെ. ഒടുക്കത്തെ മണമാണ് ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും ഒക്കെ. കിടക്കാൻ പറ്റണില്ല. ഞാൻ എപ്പോഴും ഈ വാലിട്ട് ഇങ്ങനെ കറക്കണം എന്താണെന്ന് നിനക്ക് മനസ്സിലായ? ഇല്ല, ഞാൻ കറക്കിയിട്ടില്ലല്ലോ. പശു പറഞ്ഞു, ഞാൻ ഈ വാലിട്ട് ഇങ്ങനെ കറക്കണം എന്താണെന്നറിയോ? എന്താണ്? കൊതുക് തച്ചിനിരുന്ന് കുത്താണ്. എന്തോരം കൊതുകാന്നറിയാം. ഇവിടെ ആകെ പ്രശ്നമാണ്. ഇവിടെ ഭയങ്കര നാറ്റമാണ്, ചാണമുണ്ട്, മൂത്രമുണ്ട്. ഇവിടെ എല്ലാ അസ്വസ്ഥതയുണ്ട്. തലയാട്ടാന്നല്ലാണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു, ശരി, സമ്മതിച്ചു. പശു പറഞ്ഞു, നീ ഒന്നും കൂടി ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ പിന്നെയും നോക്കി. ആ മൂലയ്ക്ക് ഒരെണ്ണം കയ്യും കാലും ഇട്ട് അടിച്ച് കിടക്കുന്നത് നീ കണ്ട? ഞാൻ പറഞ്ഞു, വാ, കണ്ട്. ദൈവം എന്നാ പറയണേ. തന്നെ ദൈവം എന്നാ പറയണേ. ഓ, നിനക്കറിയോ, ഇതിൻ്റെ പേരാണ് സ്വർഗം. പശു, നിനക്കറിയോ, ഇതിൻ്റെ പേരാണ് സ്വർഗം. ഇവിടെ ഐസ്ക്രീം പോയിട്ട് ഫ്രൂട്ട് സാലഡ്, നൂഡിൽസ്, ചില്ലി ചിക്കൻ ഒരു കുന്തില്ലട്ടാ. ഇവിടെ നിറയെ മണം, ദുർഗന്ധം. ഇവിടെ നിറച്ച് കൊതുകും പൊട്ടനീച്ചയും. ഇവിടെ എല്ലാ അസ്വസ്ഥതകളും. വൈക്കോലി കിടന്നിട്ട് ചൊറിഞ്ഞിട്ട് പാടില്ല. പക്ഷെ നീ കണ്ട ഒരെണ്ണം കൈയും കാലും ഇട്ട് അടിച്ച് എൻ്റെ തീറ്റിയിടുന്ന പാത്രത്തിൽ കിടക്കണത്? വാ, ദൈവമാണത്ര, ദൈവം. നിനക്കറിയോ, ഇതിൻ്റെ പേരാണ് സ്വർഗം. ഞാൻ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് കാലത്ത് രണ്ടാമത്തെ കുർബാന ഖാസിയും പീലാസിയും ഒക്കെ ഒരുക്കണ സമയത്ത് അച്ഛൻ കർത്താവിനോട് ചോദിച്ച്, എൻ്റെ ഈശോയെ, ഇന്നലെ ഞാൻ ഏതാണ്ട് കണ്ട് ആ പശു എന്നെ അച്ചാലും മുച്ചാലും കളിയാക്കി ചീത്ത പറഞ്ഞ്. എനിക്കൊന്നും മനസ്സിലായില്ലട്ടാ. ഈശോ പറഞ്ഞു, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ പൊട്ട, നിന്റെ ഹൃദയത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈശോ പറഞ്ഞു, നിന്റെ വീടിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാവണില്ല. ഈശോ പറഞ്ഞു, എടാ, എന്തോരം വൃത്തികേടുണ്ടായിക്കോട്ടെ, എന്തോരം കുറവുണ്ടായിക്കോട്ടെ, എന്തൊക്കെ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, കയറിക്കിടക്കാൻ ഒരിത്തിരി സ്ഥലം തരാമോ? പിന്നെ നിന്റെ വീടിൻ്റെ പേര് സ്വർഗം. പിന്നെ നിന്റെ ഹൃദയത്തിൻ്റെ പേര് സ്വർഗം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരനുഭവമാണ് പശു പറഞ്ഞു തന്നത്. തൊഴുത്തിലാണ് നമ്മുടെ ദൈവം പറഞ്ഞത്. പോരായ്മകളുള്ള സ്ഥലത്ത്, കുറ്റങ്ങളും കുറവുകളുമുള്ള സ്ഥലത്ത്. നമ്മുടെ വീട്ടിലും ഈശോയ്ക്ക് പിറക്കാൻ ഒരു മടിയില്ല. നമ്മുടെ വീട്ടിൽ എന്തോരം പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ്. നമ്മുടെ വീട്ടിൽ എന്തോരം പോരായ്മകളാണ്. നമ്മുടെ ഹൃദയം വൃത്തിയുമെടുപ്പുള്ളതാണ്. എന്തോരം കുറവുകളാണ്, എന്തോരം ബലഹീനതകളാണ്,
എന്തോരം തഴക്കദോഷങ്ങളാ, ആർക്കറിഞ്ഞുകൂടാത്ത എന്തോരം വൃത്തികേടുകളാണ് നമ്മുടെ ചങ്കിലുള്ളത്. പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ ക്ലീൻ, പക്ഷെ അകത്ത് ഒത്തിരി കുറവുണ്ട്, ഒത്തിരി പോരായ്മയുണ്ട്. ഈശോ പറയാ, എന്ത് കുറവുണ്ടായിക്കോട്ടെ, പോരായ്മയുണ്ടായിക്കോട്ടെ, പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, കയറിക്കിടക്കാൻ ഒരിത്തിരി സ്ഥലം തന്നാൽ മതി. പിന്നെ നിന്റെ വീടിൻ്റെ ഉമറത്ത് നീ എഴുതി വയ്ക്ക് സ്വർഗം. നിന്റെ ചങ്കും പുറത്ത് എഴുതി നീ കെട്ടിത്തൂക്ക് സ്വർഗം, നിന്റെ ഈശോ വസിക്കുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്.